എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് രസമാണ് കേട്ടോ, കുരുമുളക് രസം. രസം എന്ന് പറയുമ്പോൾ മലയാളികൾ എന്നല്ല, സൗത്ത് ഇന്ത്യൻസ് പൊതുവെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ്. പ്രത്യേകിച്ച് ജലദോഷം, തൊണ്ടവേദന, ചുമ അങ്ങനത്തെ സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ്. ഈ രസം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. രസം പൗഡർ ഒന്നും ഉപയോഗിക്കാതെ തന്നെയാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ വേറൊരു രസത്തിന്റെ റെസിപ്പി ഷെയർ ചെയ്തിരുന്നു കേട്ടോ, അപ്പൊ കാണാത്തവരൊന്ന് കണ്ടു നോക്കാം. അപ്പൊ നമുക്ക് ഇതിങ്ങനെയാണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കണേന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് ഞാനിനി അപ്ലോഡ് ചെയ്യാൻ പോണ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് രസം ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. പിന്നെ 2 ടീസ്പൂൺ കുരുമുളക്, മുഴുവനോട് കൂടി കുരുമുളക് കേട്ടോ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഫ്രഷ് ആയിട്ട് കുരുമുളക് പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും രസത്തിന്. ഇത് പൊടിച്ചെടുക്കാം. ഒന്നില്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ കുറച്ചധികം ചേർത്തിട്ട് പൊടിച്ചെടുക്കാം. ചെറിയ ജാറിൽ പൊടിച്ചെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഉള്ളിയൊക്കെ ചതക്കണ കല്ലില്ലേ, അതിൽ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുത്താലും മതി. പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, ഇത് മുറിച്ചെടുക്കാം. പിന്നെ ഞാനിവിടെ കോൽപ്പുളി എടുത്തിട്ടുണ്ട്, സാമ്പാർ പുളി എന്ന് പറയില്ലേ, അത് ഒരു ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിലാണ്. ഈ കോൽപ്പുളി നമുക്ക് ഈ വെള്ളത്തിൽ കുറച്ച് സമയം ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു 8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളതാണ് തന്നെയാണ് കേട്ടോ, ഒരുപാട് ചെറുതല്ല. പിന്നെ ഒരു 3-4 തണ്ട് കറിവേപ്പില. വെളുത്തുള്ളിയും നന്നായിട്ട് തന്നെ ഒന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അങ്ങോട്ട് പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ചേർക്കണം ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് പറയാം കേട്ടോ. രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും വേണ്ട, ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു അളവിൽ മാത്രമേ നമ്മൾ രസം ഉണ്ടാക്കുന്നുള്ളൂ. ഇനി കടുക് നന്നായിട്ട് തന്നെ ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് ഒരു 6-7 ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവയൊക്കെ ചേർക്കുമ്പോൾ കൂടി പോരുത് കേട്ടോ. പിന്നെ ഇത് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ അടിഭാഗം നല്ല കട്ടിയുള്ള പാത്രം എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടിച്ചു വെച്ച കുരുമുളക് പൊടിയില്ലേ, അതിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, അത് ടേസ്റ്റിനനുസരിച്ച് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മുറിച്ച് വെച്ച തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കുറച്ചിടാം, പിന്നെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയല്ലോ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇതിൽ ശരിക്കും പറഞ്ഞാൽ കുരുമുളക് തന്നെയാണ് കൂടുതൽ. കുരുമുളക് രസമല്ലേ. ഇനി അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ തക്കാളി ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഇനി നമുക്ക് തുറന്ന് നോക്കിയാലോ. കണ്ടില്ലേ, തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. നല്ലൊരു മണം വരുന്നുണ്ട് തുറന്നപ്പോൾ തന്നെ. നല്ല ടെംപ്റ്റിംഗ് ആയിട്ടുള്ളൊരു മണം. ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയും നേരം നമ്മൾ ലോ ഫ്ലെയിമിലായിരുന്നു വെച്ചിരുന്നത്. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് പോരാ, ഉപ്പ് കുറച്ചും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളം കൂടിയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം പുളി കുറച്ച് കൂടുതലായിരുന്നു, അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കിയെല്ലാം പെർഫെക്റ്റ് തന്നെയാണ്. ഇനി ഇത് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. മുഴുവനോട് കൂടി കുരുമുളക് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയാണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. മുഴുവനോട് കൂടി കുരുമുളകാണ് നിങ്ങൾ പൊടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് നല്ല ഫൈനായിട്ടുള്ള പൗഡറാക്കി എടുക്കണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതായത് ചെറിയ തരികളോട് കൂടി ഇരിക്കണം. ഞാനിതൊന്ന് അടച്ചു വെക്കുകയാണ്, തിളച്ച് വന്നോട്ടെ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാട്ടോ. മല്ലിയിലയുടെ ഫ്ലേവർ ഒരുപാട് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ, അതായത് വലിയ തണ്ടോട് കൂടിയില്ലേ മല്ലിയില, അതങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ എടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ ചെറിയൊരു ഫ്ലേവർ കിട്ടും. ചെറുതായിട്ട് മുറിച്ചിടുമ്പോഴാണ് പിന്നെ നന്നായിട്ട് തന്നെ ഫ്ലേവർ കിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള രസം റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി മണം വരുന്നുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. എനിക്ക് എല്ലാ ടേസ്റ്റും പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ തോന്നണത്. നമ്മൾ സാധാരണ രസം ഉണ്ടാക്കുമ്പോൾ ഈ കടുകും വറ്റൽമുളകൊക്കെ അവസാനം നമ്മൾ വറുത്തിട്ട് ചെയ്യാം. പക്ഷെ ഇതെന്ന് പറയുന്നത് ഒരു ഈസി വെർഷൻ തന്നെയാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അപ്പം നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള രസം റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. പിന്നെ ലൈക്ക് ചെയ്യുക. അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.